നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ചില പാപത്തിന്റെ പരിണത ഫലം ഇത്ര ഭയാനകമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. ഇത്ര ഭയാനകമാണോ ഈ പാപത്തിന്റെ പരിണിതഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ? അതിലേക്ക് പോകും മുമ്പ് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ അദ്ദേഹം രസം കണ്ടെത്തിയിരുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ അയലോകത്ത് എവിടെയെങ്കിലും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും അത് മുടക്കും. കല്യാണം മുടക്കുന്ന ആ ഒരു ഹരമുള്ള വ്യക്തികളെ ചിലപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. പിന്നെ പല കല്യാണങ്ങളും നടക്കാതെ പോയി. ഈ മനുഷ്യൻ കാരണം അതെല്ലാം മുടക്കി വിട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ഈ മനുഷ്യന്റെ മക്കൾ മൂന്ന് പേരും കല്യാണപ്രായമായി. പക്ഷെ അവരാരുടെയും വിവാഹം നടക്കുന്നില്ല. ഒന്നുകിൽ അവര് എന്തെങ്കിലും അടങ്കോല ഇടും, അതല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ആൾ വരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും കാരണത്താൽ ഇവരുടെ വിവാഹം നടക്കാതെ പോകും. 3 പേരുടെയും കല്യാണം, വിവാഹപ്രായം കഴിഞ്ഞിട്ടും 3 പേരുടെയും വിവാഹം നടന്നില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു രസമായിട്ടെടുത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അതിൻ്റെ പരിണതഫലം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരുമെന്ന്. വേറൊരു സംഭവം ഞാൻ ഓർക്കണം. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചങ്ക് കഴിച്ച് പൊട്ടും പോലത്തെ അനുഭവമൊക്കെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ചെയ്തത്? എനിക്ക് സന്ദേശം കിട്ടി, ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിൽ എന്ന് വിചാരിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ 2 പ്രാവശ്യം പൂജാരിയെ കൊണ്ടുവന്ന് പൂജ ചെയ്യും. കത്തോലിക്കൻ്റെ വീടാണ്. അവരെല്ലാം വെച്ചിരിക്കുന്നത് ഈശോയുടെ മാതാവിൻ്റെ രൂപങ്ങളൊക്കെയാണ്. പല വിശുദ്ധരുടെയും രൂപങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നടുക്ക് ഒരു പൂജാരിയെ കൊണ്ടുവന്ന് ഒരു പൂജ ചെയ്യും. ആരോ പറഞ്ഞ് ബിസിനസ്സിൽ വെച്ചടി കയറ്റമുണ്ടാക്കുന്ന ഒരു പൂജയുണ്ട്. അത് കേട്ടപ്പോൾ ഈ ബിസിനസ്സുകാർക്ക് തോന്നി കൊള്ളാലോ, വെച്ചടി കയറ്റം ഉണ്ടാവുകയും ചെയ്തു തുടക്കത്തിൽ. പക്ഷെ അത് കഴിഞ്ഞ് അതെല്ലാം നിന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇന്നിപ്പോൾ അവർക്ക് ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും സമ്മതിച്ചത്. യെശയ്യാ 47 12-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി. അതെങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചു പോന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും നീ തുടർന്നു കൊള്ളുക. അവ നിന്നിൽ ഭീതി ജനിപ്പിച്ചേക്കാം, താൽക്കാലിക നേട്ടമുണ്ടായേക്കാം, എന്നാൽ അവ വൈക്കോൽ തുരുമ്പ് പോലെയാണ്, അവസാനം കത്തിച്ചാമ്പലാവും. ഇവിടെ നമ്മൾ കാണുകയാണ്, ആദ്യം വെച്ചടി കയറ്റം ഉണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പലരെയും ഈ രീതിയിലുള്ള വിശ്വാസത്യാഗത്തിന് പോലും പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും ശാശ്വതമാകണമെന്നില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു 3 പ്രധാനപ്പെട്ട പാപങ്ങൾ വൻനാശം വിതയ്ക്കാവുന്ന, അതിൻ്റെ എല്ലാം പരിണതഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാവുന്നത് വൻനാശമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒന്നാമത്തെ കാര്യമാണ് വിഗ്രഹാരാധന. അതിൻ്റെ പരിണിത ഫലം ഭയാനകമാണ്. 2 രാജാക്കന്മാർ 21:12 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജെറൂസലേമിൻ്റെയും യൂദയായുടെയും പാപം, അവരെ വിഗ്രഹ പൂജ ചെയ്യിച്ചു, മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. എന്നിട്ട് അവിടെ കർത്താവ് പറയാണ്, അവർക്ക് വരാനിരിക്കുന്ന അനർത്ഥം കേട്ടാൽ കേൾക്കുന്നവരുടെ ചെവി ധരിക്കും. അവര് കഴുകി കമഴ്ത്തിയ പാത്രം പോലെ ആയിരിക്കും, ശൂന്യമാകുന്നു. അപ്പൊ ഈ പാപത്തിന്റെ പരിണതഫലം വളരെ വലുതാണ്, ഭയാനകമാണ്. ലേവ്യർ 20:6 വായിച്ചാൽ, ആരെങ്കിലും മന്ത്രവാദിയുടെയോ കൂടോത്രക്കാരുടെയോ പുറകെ പോയി അന്യദൈവാരാധന നടത്തിയാൽ ഞാൻ അവരെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിവേരറക്കപ്പെടുമെന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജെറമിയ 11-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്യദൈവാരാധന മൂലം ഞാൻ അവരെ ചുട്ടിരിക്കും, യുവാക്കൾ വാളിനിരയാവും, ജനം പട്ടിണി കിടന്ന് മരിക്കും. ഇതെല്ലാം വളരെ ഗൗരവമുള്ള കാര്യങ്ങളല്ലേ. എസെക്കിയേൽ 6:11 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, ഈ പാപത്തിനുള്ള ശിക്ഷ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അടുത്തുള്ളവർക്ക് ഒരു വാളിനിരയാവും, അകലെയുള്ളവർക്ക് പകർച്ചവ്യാധി, അവരുടെ മേൽ പകർച്ചവ്യാധി അയക്കും. ഇത് 2-ൽ നിന്നും രക്ഷപ്പെടുന്ന ശേഷിക്കുന്ന ചില വ്യക്തികളുണ്ടാകാം, അവർക്ക് പട്ടിണി. പറയുണ്ട്, ഈ പാപം ഗൗരവമുള്ളതാണ്, അതിനുള്ള ശിക്ഷയും വളരെ ഭയാനകമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. 2-ാമത്തെ കാര്യമാണ് വ്യാജം പറയുന്നത്, വ്യാജം ജീവിക്കുന്നത്, കള്ളത്തരം കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവമക്കൾ സത്യസന്ധരായിരിക്കണം. കാരണം ദൈവം സത്യവാനാണ്. ദൈവത്തിന്റെ മക്കളും സത്യസന്ധരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സക്കറിയായുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ആ വചനഭാഗം വായിക്കുമ്പോൾ ഈ കള്ളസാക്ഷ്യം പറയുന്നവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അയക്കപ്പെടുന്ന ഒരു ചുരുളിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്നിട്ട് അവരുടെ വീട് തകർത്ത് തരിപ്പണമാക്കും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം അത് തകർന്ന് തരിപ്പണമാകും എന്നുള്ളത് ആ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സക്കറിയ 13:3 വായിച്ചാലോ അവിടെ പറയാണ്, ആരെങ്കിലും വ്യാജം പ്രവചിക്കുന്നത് കണ്ടാൽ അവന് ജന്മം കൊടുത്ത മാതാപിതാക്കൾ ചെന്ന് നീ ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവന്റെ ഉദരം കുത്തിപ്പിളർക്കണം. എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണം. ഈ പാപം മൂലം ഉണ്ടാകാവുന്ന ശിക്ഷ ചെറുതാണോ? അല്ല. അവൻ ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവനെ മരണത്തിലേക്ക് നയിക്കണം എന്നാണ് ഈ വചനഭാഗം പറയുക. മറ്റൊരു പാപമാണ് അഹങ്കാരം. ഇതിന്റെ കെടുതി വളരെ വലുതാണ്. ഇതിന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരിണിത ഫലം വളരെ ഭയാനകമാണ് എന്നുള്ളത്
ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി 11 അധ്യായം എടുത്താൽ അഹങ്കരിച്ച ഒരു ജനതയെ കാണാൻ പറ്റും. അവരെ ബാബേൽ ഗോപുരം പണിത്, തങ്ങളുടെ അഭിമാനത്തിന്റെ ചിഹ്നമായിട്ട് മാനം മുട്ടി നിൽക്കുന്ന ഒരു ഗോപുരം. അതിന് തയ്യാറായപ്പോൾ ദൈവം അവരെ ഭിന്നിച്ചു, അവരുടെ ഭാഷ ഭിന്നിച്ചു. അങ്ങനെ അവര് നാനാ സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ഒന്നിച്ചു നിന്ന് അവരെ ചിതറിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 15:25 വായിച്ചാലോ, അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിശാക്കും. യെശയ്യാ 37:29 വചനമെടുത്താൽ സെന്നക്കെരുബിനെ കർത്താവ് പ്രഖ്യാപിച്ചൊരു ശിക്ഷ: നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് ഞാൻ നിനക്കെതിരെ ചെയ്യാൻ പോവുക. എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൻ നിന്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. പറയുണ്ട്, ഇതിനുള്ള ശിക്ഷ ചെറുതല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. 2 മക്കബായർ 15. നിക്കാനോറിന്റെ തല പോകാൻ കാരണം അഹങ്കാരം, സെന്നക്കെരുബിന്റെ തല പോകാൻ കാരണം അഹങ്കാരം. ഇവരൊക്കെ ദൈവദൂഷണം, അഹങ്കാരം അതിൻ്റെ ഉച്ചകോടിയിലെത്തുമ്പോൾ സംഭവിക്കുന്നതാണ് ദൈവദൂഷണം. 2 ദിനവൃത്താന്തം 32 അധ്യായത്തിൽ സെന്നക്കെരുബിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അവൻ്റെ തന്നെ മക്കളിൽ ഒരാൾ വന്ന് അവൻ്റെ തല വെട്ടിമാറ്റുന്ന ആ ഒരു രംഗം. ദാനിയേൽ 4 അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ അഹങ്കാരപൂർവ്വമുള്ള സംസാരത്തിന് അതിൻ്റെ പരിണിത ഫലം അവൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെട്ടു. വിജന സ്ഥലത്ത് പോയി ഏകാന്തതയിൽ കഴിയേണ്ടി വന്നു. അവിടെ വെയിലും മഞ്ഞും മഴയുമെല്ലാം കൊണ്ട് കിടക്കുന്ന നെബൂഖദ്നേസർ രാജാവ്, അവൻ്റെ രോമം പക്ഷിയുടെ തൂവൽ പോലെ വളർന്നു, അവൻ്റെ നഖം പക്ഷികളുടെ നഖം പോലെ വളർന്നു. ഒരു വല്ലാത്ത പ്രാകൃതമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് അവൻ തള്ളപ്പെടുകയും ചെയ്തു. ഇതെല്ലാം സംഭവിച്ചത് അഹങ്കാരം മൂലം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പാപങ്ങള് ഗൗരവപൂർവ്വം നമുക്ക് കാണാം. അതിൽ വീഴാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധ ഉള്ളവരായിട്ട് നമുക്ക് മാറാം. നമ്മളിന്ന് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരുമ്പോൾ കഠിന ഹൃദയരുടെ മാനസാന്തരം ഒരു കോമൺ നിയോഗമായി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.